ഗസയിലേക്കാണ് 7 ബന്ദികൾ കൂടി കൊല്ലപ്പെട്ടതായി ഹമാസ്. ഇവരെ പരിപാലിക്കാനായി ചുമതലപ്പെടുത്തിയ ഹമാസ് പോരാളികളും കൊല്ലപ്പെട്ടു. ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സമ്മർദ്ദം ശക്തമായി. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, വെടിനിർത്തൽ ചർച്ചകളും ബന്ദിമോചനവും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ 7 ബന്ദികൾ കൂടി കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് സ്ഥിരീകരിക്കുന്നത്. ഈ അല്പം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ഹമാസ് നേതൃത്വം അൽ-ഖസം ബ്രിഗേഡ് അറിയിച്ചിരിക്കുന്നത്. തങ്ങൾ ചുമതലപ്പെടുത്തിയിരുന്ന, പ്രത്യേകിച്ച് ബന്ദികളെ പരിപാലിക്കാൻ ഏൽപ്പിച്ചിരുന്ന നിരവധി പോരാളികളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കാരണം നേരത്തെ നമുക്കറിയാൻ സാധിക്കും 6-ലധികം ബന്ദികൾ നേരത്തെ തന്നെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട അവരുടെ പേരുവിവരങ്ങളും മറ്റു വിശദാംശങ്ങളും നേരത്തെ ഹമാസ് നേതൃത്വം പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെയും മറ്റു മധ്യസ്ഥ രാജ്യങ്ങളുടെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നുള്ള ചർച്ച ഖത്തറിൽ പുരോഗമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പുതുതായി 7 ബന്ദികൾ കൂടി കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരം പുറത്തു വരുന്നത്. കാരണം അത്രയും വ്യാപകമായിട്ടുള്ള ആക്രമണം തുടരുന്ന ഒരു സാഹചര്യത്തിൽ മറ്റു ബന്ദികളുടെ സുരക്ഷ പോലും അപകടത്തിലാണ് എന്നൊരു കൃത്യമായിട്ടുള്ള ഒരു വിവരം കൂടിയാണ് അൽ-ഖസം ബ്രിഗേഡിൻ്റെതായിട്ട് വന്ന ഈ പ്രതികരണത്തിൽ വ്യക്തമാവുന്നത്. അതേസമയം ഇസ്രായേലിന്റെ ഉള്ളിൽ ഈ ബന്ധുക്കളുടെ പ്രക്ഷോഭം തുടരുകയാണ്. നാളെയാണ് ബന്ദികൾ പ്രഖ്യാപിച്ചിരുന്ന 4 ദിവസത്തെ ജെറൂസലം മാർച്ച് ജെറൂസലമിൽ സമാപിക്കുന്നത്. വലിയ തോതിലുള്ള പിന്തുണ ഈ ബന്ധുക്കൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു വെടിനിർത്തൽ കരാറിന് നെതന്യാഹു ഭരണകൂടം ഒപ്പുവെക്കണം, അതിൽ നിന്ന് പുറകോട്ട് പോകരുത് എന്ന അഭ്യർത്ഥനയാണ് ബന്ധുക്കൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് വലിയ തോതിലുള്ള പൊതുസമൂഹത്തിന്റെ പിന്തുണയും അവർക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയെ കുറെ കൂടി, കാരണം പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ വലിയ തോതിലുള്ള ദുരന്ത വാർത്തകൾ ഗസയിൽ നിന്ന് പുറത്തു വന്ന സാഹചര്യത്തിൽ അന്തർദേശീയ സമ്മർദ്ദം വലിയ തോതിൽ തന്നെ ശക്തമായ ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷണത്തിന് വേണ്ടി, വിശപ്പ് മൂലം ഭക്ഷണത്തിന് വേണ്ടി കാത്തുനിന്ന ആയിരങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുകയും അതിൽ 112 പേർ കൊല്ലപ്പെടുകയും ഏതാണ്ട് 700-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ലോക മനസാക്ഷിയെ തന്നെ വലിയ തോതിൽ ഞെട്ടിച്ചിട്ടുണ്ട്. UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട സ്വതന്ത്ര അന്വേഷണത്തിന് ഉത്തരവിട്ടൊരു സാഹചര്യത്തിൽ അതിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേൽ അനുകൂലികളായിട്ടുള്ള ബ്രിട്ടൻ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും രംഗത്ത് വന്നു. ഇനിയും ഈ ഒരു അതിക്രമം അല്ലെങ്കിൽ ഹീനമായിട്ടുള്ള ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. അതുമാത്രമല്ല ഗസയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും അടിയന്തരമായിട്ട് ഭക്ഷ്യവസ്തുക്കളും മറ്റു സഹായങ്ങളും എത്തിക്കണമെന്ന ഒരു വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 28 അമേരിക്കൻ സെനറ്റിലെ പ്രതിനിധികൾ, ഡെമോക്രാറ്റ് പ്രതിനിധികൾ ബൈഡൻ ഭരണകൂടത്തോട് അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടണമെന്നും വെടിനിർത്തൽ കരാർ ഇനി ഒട്ടും വൈകരുത് എന്ന ഒരു അഭ്യർത്ഥന കൂടി ഏറ്റവും അവസാനമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശരി, MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.